കുറേ ദിവസമായി യൂട്യൂബിൽ ഇങ്ങനെ താരമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാൽപുട്ടിൻ്റെ റെസിപ്പി. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കുറച്ച് വ്യത്യസ്തതകളൊക്കെ വരുത്തിയിട്ടാട്ടോ ഞാൻ ഈ ഒരു പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാൻ ഒരു പാനിനകത്തോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയും. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തെ ഒരുപാട് ഓവറായിട്ടുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിപ്പോകാനായിട്ട്, പിന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് വരാനായിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ പുട്ടിൻ്റെ പൊടിയിലോട്ടിട്ട് കുഴയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പുട്ടിൻ്റെ പൊടിയല്ല കേട്ടോ, റവ കൊണ്ടാണ് ഈ ഒരു പുട്ടുണ്ടാക്കുന്നത്. കാരണം എനിക്കിവിടെ അരിപ്പൊടിക്ക് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് വെറൈറ്റി ആയിട്ട് ഈ ഒരു സെയിം പാൽപുട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് കരുതി. എനിക്കിതുപോലെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. തന്നെയല്ല ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുള്ള ദിവസം കൂടെ കൂടിയാണ്. അതുകൊണ്ട് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കോമ്പിനേഷനായിട്ട് മുട്ട റോസ്റ്റ് ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ കോമ്പിനേഷൻ പല രീതിയിൽ നമുക്ക് യൂട്യൂബിൽ കാണാം. പഴം കൂട്ടി കഴിക്കുന്നവരുണ്ട്, കറി കൂട്ടി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പം മുട്ട റോസ്റ്റാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞത് ഇന്ന് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ കുട്ടികളുടെ സെൻഡ് ഓഫ് ആണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഉണ്ട്. അവരെ ഒന്ന് അവരുടെ സെൻഡ് ഓഫും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ അവരെ ഇനിയിപ്പം ഒന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ആദ്യം മുതലേ പഠിച്ച കുട്ടികളാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രയാസമുണ്ട് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഞാൻ തിരക്കിട്ട് രാവിലെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഒന്ന് ചൂടാക്കി എടുത്ത ആ ഒരു ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും മിക്സിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. സാധാരണ ഇതിനകത്ത് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ റവ ആയതുകൊണ്ട് അറിയാമല്ലോ, അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാനിങ്ങനെ കസ്റ്റാർഡൊക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ മോശമൊന്നും ആയില്ല. അപ്പം ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് പാലിനകത്താണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ റവ നമുക്കറിയാമല്ലോ, കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഈ ഒരു പുട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ എന്നാലും ഇവിടെ ഇങ്ങനെ പുട്ട് തന്നെ കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് ഇവിടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് നിറച്ച് കൊടുക്കാം, എന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് പണി കഴിയില്ല. ഞങ്ങൾക്കാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കുറ്റി പുട്ടിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കാരണം എല്ലാവരും 1/2 കുറ്റി വെച്ചിട്ടേ കഴിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഇന്ന് രാവിലെ കുക്ക് ചെയ്തത്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോടെ ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ. കറിയുടെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. അപ്പോൾ എന്തായാലും യൂട്യൂബിലെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പുട്ട് ഞാനും ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് വേരിയേഷൻസൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് എൻ്റേതായ രീതിയിൽ. അപ്പോൾ സാധാരണ എല്ലാവരും തന്നെ യൂട്യൂബിൽ കാണുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ റവയും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറുമാണ് ചേർത്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ട്. പിന്നെ അതേ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുടെ ഫെയർവെല്ലിൻ്റെ കാര്യം. അപ്പോൾ അതേ അവരിങ്ങനെ ഔട്ട് സൈഡിലാട്ടോ ഈ ഒരു രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വകയായിട്ടിരിക്കുന്ന ചെറിയൊരു സിമ്പിൾ പാർട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അധികം ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം പിന്നെ അവർ സർപ്രൈസായിട്ട് നമുക്ക് ചെറിയ രീതിയിലൊരു ലഞ്ചും ചെയ്തിരുന്നു കേട്ടോ. ഇവിടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള രീതിയിൽ തന്നെയുള്ള ലച്ച പൊറോട്ടയും അതുപോലെ ചെറിയൊരു സലാഡും പിന്നെ ജിലേബി അതുപോലെ തന്നെ പനീറിൻ്റെ കറിയും കൂടിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്ന് സിമ്പിളായിട്ടുണ്ടായി. പിന്നെ ബാക്കി കുറേ ഫങ്ഷൻസ് അവരുടേതായിരിക്കുന്ന കുറച്ച് മെമ്മറീസ് ഷെയർ ചെയ്യലും പിന്നെ ടീച്ചേഴ്സ് അവരുടെ മെമ്മറീസ് ഷെയർ ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം പഠിച്ച കുട്ടികൾ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു പ്രയാസം തന്നെയുണ്ട്. അത് ശരിക്കും നമ്മുടെയൊക്കെ സമയത്ത് 10ാം ക്ലാസ്സിലെ ഫെയർവെല്ല് സെൻഡ് ഓഫ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിക്കും ഒരുപാട് കരഞ്ഞ സമയങ്ങളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പഴയ കാലത്തിലേക്കാണ് ഞാൻ എല്ലാ വർഷവും പോകുന്നത്. ഇത് ഞങ്ങളുടെ 3ാമത്തെ 10th ബാച്ചാട്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അധികം പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അപ്പം കുട്ടികൾക്കെല്ലാം നല്ല വിഷസും ബ്ലെസ്സിങ്സും ഒക്കെ കൊടുത്തു. നമ്മളെല്ലാം നല്ല ഇൻഫർമേഷൻ മോട്ടിവേഷണൽ ക്ലാസ്സസും ഒക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. പിന്നെ അവർക്ക് തിരിച്ചു വരാനായിട്ടുള്ള എല്ലാ
ഇതും കൊടുത്തു കേട്ടോ. അതായത് എപ്പോൾ വേണേലും വരാം അങ്ങനെയുള്ള കാര്യം. ഇവിടെ പഠിച്ചു പോയ പിള്ളേരൊക്കെ എപ്പോഴും വരും കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പോൾ അത് എല്ലാവരും മെമ്മറീസ് തന്നെയാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.